എന്നോടൊപ്പം ഇപ്പോൾ ബാലഗോപാലും അതോടൊപ്പം തന്നെ അനൂപ് ദാസുമുണ്ട്. ഈ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട ചില പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട അഭിലാഷ്, ഞാൻ ഒന്ന് ബാലഗോപാലിലേക്ക് പോവുകയാണ്. ബാലു, എന്താണ് ഈ നികുതി ഘടനയിൽ ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ളൊരു വഴി? ബസന്ത്, നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചരിത്ര ദിനമാണ്. കാരണം തുടർച്ചയായി 8ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ധനകാര്യമന്ത്രി എന്ന ഖ്യാതി ഇന്നവർക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. അവർ അല്പസമയം മുമ്പ് ഈ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അവർ ധരിച്ചിരിക്കുന്ന വേഷത്തിന് പോലും പ്രത്യേകതയുണ്ട്. കാരണം മധുബനി ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സാരിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം 2021 പത്മ അവാർഡ് ലഭിച്ച ദുലേരി ദേവി ഈ ഡിസൈൻ ചെയ്ത സാരിയാണ് ഇന്ന് ഈ നിർമ്മലാ സീതാരാമൻ ആ സാരി ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി എത്തുന്നതായിരിക്കും. ആ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. ആ യോഗത്തിൽ ബഡ്ജറ്റിന് ഔദ്യോഗികമായ അംഗീകാരം നൽകും. തുടർന്ന് ആ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഏറ്റവും അധികം ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ നികുതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഏറ്റവും ശ്രദ്ധ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നതും ആദായ നികുതി സംബന്ധിച്ച് ധനകാര്യമന്ത്രി എന്തൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും എന്നതാണ്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഴയ ടാക്സ് സ്കീം അതുപോലെ തന്നെ പുതിയ ടാക്സ് സ്കീമും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ടാക്സ് സ്കീമിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ധനകാര്യമന്ത്രി നടത്തുമോ എന്നതാണ് നോക്കുന്നത്. അതുപോലെ പുതിയ ടാക്സ് സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർക്ക്, കാരണം അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഒരു ഭവന വായ്പ എടുക്കുന്നു, അതിൻ്റെ ആനുകൂല്യം ആ ന്യൂ ടാക്സ് റിജീമിൽ ലഭിക്കാറില്ല. അങ്ങനെ ഉള്ള ചില ഭവന വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉള്ള ഒരു ഇളവ്, ഡിഡക്ഷൻ, അത് ന്യൂ ടാക്സ് റിജീമിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ധനകാര്യമന്ത്രി ഇന്നത്തെ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നടത്തുമെന്നാണ് കരുതുന്നത്. നിലവിലുള്ള ടാക്സ് സ്ലാബുകളിൽ 20% സ്ലാബിനും 30% സ്ലാബിനും ഇടയിൽ ഒരു 25% സ്ലാബ് എന്ന പുതിയൊരു സ്ലാബ് കൂടി ധനകാര്യമന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ബഡ്ജറ്റ് നേരത്തെ ബസന്ത് പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും അധികം സാലറീഡ് ക്ലാസ്, അതായത് ശമ്പളം വാങ്ങുന്നവർ ഈ വോട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് സെക്ടറിലുള്ളവർ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ സാഹചര്യത്തിൽ ആദായ നികുതി സുപ്രധാനമായ ചില മാറ്റങ്ങളെങ്കിലും ധനകാര്യമന്ത്രി വരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ചില പരിഷ്കരണങ്ങൾ ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നടത്താനാണ് സാധ്യത. അനൂപ്, കേരളവുമായി ബന്ധപ്പെട്ട് വലിയ ചില പ്രതീക്ഷകൾ കേരളത്തിനുണ്ട്. എന്താണ് നമുക്ക് കേരളത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ? കേരളം പ്രധാനമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജാണ്. ആ പാക്കേജ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ധനസ്ഥിതി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കഴിഞ്ഞ കുറച്ച് ബജറ്റ് കാലങ്ങളിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേക മെമ്മോറാണ്ടം ഇത്തവണ സംസ്ഥാന ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ പരിഗണിക്കപ്പെടും എന്നതാണ് വിഷയം. കഴിഞ്ഞ തവണ നേരത്തെ ബസന്ത് സൂചിപ്പിച്ച പോലെ ബീഹാറിനും ഒപ്പം തന്നെ ആന്ധ്രയ്ക്കും പ്രത്യേകമായിട്ടുള്ള ഫണ്ട് വിഹിതം പ്രഖ്യാപിച്ചിരുന്നു. വലിയ തുകയായിരുന്നു അത്. സമാനമായിട്ടുള്ള ഒരു പരിഗണന കേരളത്തിന് ലഭിക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കേരളം കടന്നു പോകുന്ന സാമ്പത്തികമായ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അങ്ങനെ ഒരു പാക്കേജ് ലഭിച്ചാൽ സാധിക്കും. അതിനും അപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വയനാട് പാക്കേജാണ്. 2,000 കോടി രൂപ വയനാട്ടിലെ ജനങ്ങളെ, ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണക്കുകൾ സമർപ്പിച്ചിട്ടുണ്ട്. നിരന്തരം ആവശ്യമുന്നയിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം ഡൽഹിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദുരന്തം നടന്ന് ഇത്രയും ദിവസമായിട്ടും കാര്യമായ സഹായം കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവൺമെന്റിന് നൽകിയിട്ടില്ല. വയനാട്ടിന്റെ പുനരധിവാസത്തിന് നൽകിയിട്ടില്ല. അപ്പോൾ എന്ത് സഹായം ഈ ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്ന ചോദ്യമുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഒരുപക്ഷെ ബസന്തേട്ടൻ തന്നെ ഒരുപാട് കാലം മുൻപേ ബജറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ആവശ്യം എയിംസ് ആയിരിക്കും. എയിംസ്, കേരളത്തിനൊരു എയിംസ് എന്ന ആവശ്യം, അത് കോഴിക്കോട്ട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴ വേണമെന്ന് സുരേഷ് ഗോപിയുടെ ആവശ്യമുണ്ട്. അതല്ല തൃശ്ശൂർ വേണമെന്ന് മറ്റു ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. പല മേഖലകളിലേക്ക് എയിംസിനെ പിടിച്ചു വലിക്കാൻ സംസ്ഥാനത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമുണ്ട്. പക്ഷേ കോഴിക്കോട്ടാണ് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയത്, കിനാലൂരിലാണ്. അവിടെ അനുവദിക്കുമോ എയിംസ് എന്ന ചോദ്യമുണ്ട്. അതിനും അപ്പുറത്തേക്ക് റബ്ബർ കർഷകർക്ക് എന്ത് സഹായം ലഭിക്കും? സംസ്ഥാനത്ത് വ്യവസായ കുതിപ്പിന് എന്ത് സഹായം ലഭിക്കും? അടിസ്ഥാന സൗകര്യ വികസനത്തിന് മറ്റേതെങ്കിലും പരിഗണന ലഭിക്കുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഏറെക്കുറെ നമുക്ക് പൊതുവായി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഈ പറയുന്ന കേരളത്തിന്റെ പ്രതീക്ഷകൾ, ആദായ നികുതിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, കാർഷിക മേഖലയിലും ഭവനമായ മേഖലകളിലും ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, ഇവയൊക്കെ തന്നെയാണ് ഈ ബജറ്റിൽ നിന്നും നമ്മൾ കാര്യമായ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അഭിലാഷ്.